ഹായ്, ഞാൻ ഡോക്ടർ അമൃത, MBH ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിച്ച് ഇസ് ബെറ്റർ, നോർമൽ ഡെലിവറി ഓർ സിസേറിയൻ സെക്ഷൻ. സോ എന്താണ് നോർമൽ ഡെലിവറി? അതായത് അമ്മയ്ക്ക് പെയിൻ വരുന്നു, ആ ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെ നമ്മൾ യൂട്രൈൻ കൺട്രാക്ഷൻസ് എന്ന് പറയും, അതുവഴി ഗർഭപാത്രത്തിൻ്റെ വായ്ഭാഗം ഡയലേറ്റ് ആവുന്നു, അത് ഫുള്ളി എഫേസ്ഡ് ആയി ഡയലേറ്റഡ് ആയിട്ട് വിത്ത് ദ മെറ്റേണൽ എഫേർട്ട് ആൻഡ് യൂട്രൈൻ കൺട്രാക്ഷൻസ് ബേബി പുറത്ത് വരുന്ന ഒരു പ്രോസസ്സാണ് നാച്ചുറൽ വേ ഓഫ് ഗിവിങ് ബർത്ത്. അതാണ് നോർമൽ ഡെലിവറി. സിസേറിയൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തിട്ട്, അതായത് ഫസ്റ്റ് നമ്മുടെ സ്കിന്ന്, പിന്നെ അതിൻ്റെ താഴെയുള്ള ഫാറ്റ്, റെക്ടർ ഷീറ്റ് എന്ന് പറയും, പിന്നെ യൂട്രസ്, അതൊക്കെ ഇൻസിഷൻ ഇട്ടിട്ട് ബേബീനെ ഡെലിവറി ചെയ്യുന്ന ഒരു പ്രോസസ്സ്. സോ ഏതാണ് ബെറ്റർ എന്നുള്ള ചോദ്യത്തിലുള്ള മറുപടി, ആ സമയത്ത് ഒരു ഹെൽത്തി ബേബി ആൻഡ് മദറിനെ കിട്ടാൻ ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് എല്ലാം സ്മൂത്തായിട്ട് പോവാണ്, വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഡെലിവറി നമ്മൾ ഒരു നിശ്ചിതമായിട്ടുള്ളൊരു റേറ്റിൽ പ്രോഗ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. ബിക്കോസ് ഒരു ഫാസ്റ്റർ റിക്കവറി, ഫാസ്റ്റർ ഹീലിംഗ്, ഒരു നാച്ചുറൽ വേ ആയതുകൊണ്ട് ബേബീൻ്റെ ഇമ്മ്യൂണിറ്റി പവറും കൂടും. സോ ദാറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ. പക്ഷേ നമ്മൾ ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ളൊരു കാരണം കൊണ്ട്, അതായത് കുട്ടി എന്തെങ്കിലും മഷി കുടിച്ചു, അതായത് മെക്കോണിയം എന്ന് പറയുന്നത് പാസ് ചെയ്തു, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്, എന്തെങ്കിലും കാരണം കൊണ്ട് ലേബർ നമ്മൾ വിചാരിച്ച പോലെ പ്രോഗ്രസ് ആവുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട് നമുക്ക് സിസേറിയൻ ചെയ്യാൻ. അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് സിസേറിയൻ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ നോർമലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ച് നമ്മളുടെ ആ അമ്മയുടെയും ബേബിയുടെയും വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് അവരുടെ ഡോക്ടർ പറയുന്നത് എന്നുള്ള ചോദ്യത്തിലുള്ള മറുപടി, ആ സമയത്ത് ഒരു ഹെൽത്തി ബേബി ആൻഡ് മദറിനെ കിട്ടാൻ ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് എല്ലാം സ്മൂത്തായിട്ട് പോവാണ്, വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഡെലിവറി നമ്മൾ ഒരു നിശ്ചിതമായിട്ടുള്ളൊരു റേറ്റിൽ പ്രോഗ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. ബിക്കോസ് ഒരു ഫാസ്റ്റർ റിക്കവറി, ഫാസ്റ്റർ ഹീലിംഗ്, ഒരു നാച്ചുറൽ വേ ആയതുകൊണ്ട് ബേബീൻ്റെ ഇമ്മ്യൂണിറ്റി പവറും കൂടും. സോ ദാറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ. പക്ഷേ നമ്മൾ ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ളൊരു കാരണം കൊണ്ട്, അതായത് കുട്ടി എന്തെങ്കിലും മഷി കുടിച്ചു, അതായത് മെക്കോണിയം എന്ന് പറയുന്നത് പാസ് ചെയ്തു, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്, എന്തെങ്കിലും കാരണം കൊണ്ട് ലേബർ നമ്മൾ വിചാരിച്ച പോലെ പ്രോഗ്രസ് ആവുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട് നമുക്ക് സിസേറിയൻ ചെയ്യാൻ. അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് സിസേറിയൻ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ നോർമലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ച് നമ്മളുടെ ആ അമ്മയുടെയും ബേബിയുടെയും വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് അവരുടെ ഡോക്ടർ പറയുന്നത്.